നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തുടങ്ങിയ അടി വലിച്ചു പുറത്തിട്ടത് രണ്ട് നേതാക്കന്മാരുടെ കൊടും പക. ഹൈക്കമാൻഡിൽ കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും നേർക്കുനേർ ഏറ്റുമുട്ടി. ഇതുവരെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച സകല എതിർപ്പും കെ.സിക്കും വി.ഡിക്കും തുറന്നടിക്കേണ്ടി വന്നു. ഒളിഞ്ഞും തെളിഞ്ഞും സതീശൻ കൂട്ടർ തന്നെയും കുടുംബത്തെയും ആക്ഷേപിക്കുന്നുവെന്ന് കെ.സി. ഇയാൾ മുഖ്യമന്ത്രിയാകുന്നതിനോട് കടുത്ത എതിർപ്പുണ്ടെന്ന് വി.ഡിയും. ഒരു പടി കൂടി കടന്ന് സതീശനെ തീർക്കാൻ തുനിഞ്ഞിറങ്ങി വേണുഗോപാൽ. സതീശനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് കെ.സി. ഹൈക്കമാൻഡിനോട് കട്ടായം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പരസ്പരം കടിച്ചു കീറുന്ന ഇരു കൂട്ടരെയും കണ്ട് രാഹുലും പ്രിയങ്കയും സോണിയാഗാന്ധിയും ഞെട്ടി. ഇവരെ എങ്ങനെ ഭരണം ഏൽപ്പിക്കുമെന്ന ആശങ്ക. പരസ്പരം പാരവെച്ച് ഇരുവരും മുന്നോട്ട് പോകൂ എന്ന് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടു. ഡൽഹിയിലിട്ട് സതീശനെ തീർത്തുവെന്ന് കെ.സി. പക്ഷ സൈബർ ഗ്രൂപ്പുകളിൽ പോസ്റ്റ്. ഇതോടെ പൊട്ടിച്ചിരിക്കുന്നത് കെ. സുധാകരൻ. തനിക്കിട്ട് പണിഞ്ഞവന്മാർ തമ്മിൽ നടക്കുന്ന കൂട്ടയടി കണ്ട് സുധാകരൻ സന്തുഷ്ടനാണ്. കസേര ചോദിച്ച് കെ. സുധാകരൻ ഒരു വലിയ യുദ്ധം നടത്തിയല്ലോ. അന്ന് വി.ഡി. സതീശൻ ഉൾപ്പെടെ പ്രഖ്യാപിച്ചത് എം.പിമാർ മത്സരിക്കേണ്ട എന്നായിരുന്നു. കെ.പി.സി.സി. അധ്യക്ഷ കസേരയിൽ നിന്നും സുധാകരനെ ഇറക്കാൻ കളിച്ചതും സതീശൻ. അങ്ങനെ സതീശനോട് കത്തുന്ന പക കെ. സുധാകരനുണ്ട്. രാഹുൽ ഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമാണ് നടന്നത് എന്നാണ് വിവരങ്ങൾ. ഒറ്റയ്ക്കൊറ്റയ്ക്കും ഒരുമിച്ചിരുത്തിയുമൊക്കെ പല വഴിക്കാണ് ചർച്ചകൾ നടന്നത്. എന്നാൽ ഈ ചർച്ചകളെല്ലാം പോരിലാണ് കലാശിച്ചത്. സതീശൻ അനുകൂലികൾ തനിക്കെതിരെ ആസൂത്രിതമായ നുണപ്രചാരണം നടത്തുകയാണെന്ന് കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ തുറന്നടിച്ചു. തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഡൽഹിയിലെ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിക്ക് മുന്നിലും കേരളത്തിലുടനീളവും ഫ്ലെക്സുകൾ ഉയർന്നതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് കെ.സി. ആരോപിച്ചു. വലിയ രീതിയിൽ പണമൊഴുകിയാണ് ഈ സൈബർ ഫ്ലെക്സ് പ്രചാരണങ്ങൾ നടക്കുന്നതെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. അതായത് വി.ഡി. പക്ഷത്തേക്ക് എവിടെ നിന്ന് ഇത്ര പണം ഒഴുകി എന്ന ചോദ്യമാണ് കെ.സി. വേണുഗോപാൽ ഉയർത്തിയിരിക്കുന്നത്. ഇതിന് പാർട്ടിയിൽ വി.ഡി. സതീശൻ മറുപടി പറയേണ്ടി വരും. വേണുഗോപാലിന്റെ ആക്ഷേപങ്ങളോടുള്ള രാഹുലിന്റെ ചോദ്യത്തിന് അതിശക്തമായ ഭാഷയിലായിരുന്നു വി.ഡി. സതീശനും മറുപടി നൽകിയത്. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിനോട് തനിക്ക് കടുത്ത എതിർപ്പുണ്ടെന്ന് സതീശൻ ചർച്ചയിൽ തുറന്നു പറഞ്ഞു. സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന തന്റെ പദവി ദുരുപയോഗം ചെയ്ത് എം.എൽ.എമാർക്കിടയിൽ വേണുഗോപാൽ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നും സമ്മർദ്ദ ശക്തി ഉപയോഗിക്കുകയാണെന്നും സതീശൻ ആരോപിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താൻ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിച്ചതെന്നും സതീശൻ അവകാശപ്പെട്ടു. ഇരുവരും തമ്മിലുള്ള പോര് മുറുകിയതോടെ ചർച്ചകൾ പ്രക്ഷുബ്ധമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പോര് നടക്കുന്നത് വി.ഡി., ആർ.സി., കെ.സി. ഇവർ തമ്മിലാണ്. പക്ഷേ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ആർ.സി. അത്ര തയ്യാറായിട്ടില്ല. രമേശ് ചെന്നിത്തല കുറച്ചുകൂടി മിതത്വം പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിക്ക് താല്പര്യം രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിന് സാധ്യത ഒരുങ്ങുമോ അതൊക്കെ വരുന്ന മുറയ്ക്കറിയാം. പക്ഷേ ഇപ്പോൾ വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും തമ്മിൽ യുദ്ധമാണ് ഹൈക്കമാൻഡിൽ നടന്നത് എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. തന്റെ സ്ഥാനാർത്ഥിത്വം സതീശൻ പക്ഷം എതിർക്കുന്നുവെന്ന് കണ്ടതോടെ വേണുഗോപാൽ മറ്റൊരു തന്ത്രവും മുന്നോട്ട് വെച്ചു. താൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ സീനിയോറിറ്റി പരിഗണിച്ച് രമേശ് ചെന്നിത്തലയെ ആ പദവിയിലേക്ക് പരിഗണിക്കണം എന്നാണ് വേണുഗോപാലിന്റെ ആവശ്യം. ഒരു തരത്തിലും സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തില്ല എന്നുള്ള ഒരു കട്ടായം തീരുമാനത്തിലാണ് വേണുഗോപാൽ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് എത്തിയത്. വേണുഗോപാലിനേക്കാൾ തനിക്ക് സ്വീകാര്യൻ ചെന്നിത്തലയാണെന്ന സൂചന സതീശനും നൽകിയിട്ടുണ്ട്. ഇതോടെ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചെന്നിത്തലയ്ക്ക് സാധ്യത ഉണ്ടോ ആ ഒരു ചർച്ചയും വരുന്നുണ്ട്. തന്റെ ചായം പൂശിയ പ്രതിച്ഛായ തകരുമോ എന്ന ഭയത്തിലാണ് സതീശൻ പക്ഷം ഇപ്പോൾ നീങ്ങുന്നത്. കാരണം വലിയൊരു ഫ്ലെക്സ് യുദ്ധത്തിലേക്കും തെരുവ് യുദ്ധത്തിലേക്കും അണികളെ ഇറക്കി വിട്ടതിൽ വി.ഡി. സതീശന് വലിയ പങ്കുണ്ട്. കെ.സിക്കും ഇതിൽ നിന്ന് തലയൂരാൻ കഴിയില്ല. ഇരുവരും അവരുടെ അണികളെ എല്ലാവരെയും തെരുവിലേക്ക് ഇറക്കി വിട്ട് കോൺഗ്രസിനെ നാണം കെടുത്തി. ഗ്രൂപ്പ് പോര് തെരുവിലേക്ക് പടർന്നതോടെ നേതാക്കളുടെയും അണികളുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഹൈക്കമാൻഡ് പ്രത്യേക സംവിധാനം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അധികാരം കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിന് മുൻപേ കസേരയ്ക്കായി നേതാക്കൾ തമ്മിലടിക്കുന്നത് പാർട്ടിക്ക് പ്രതിച്ഛായ മങ്ങലേൽപ്പിച്ചു എന്ന വിലയിരുത്തലാണ് എ.ഐ.സി.സി. നേതൃത്വത്തിൻ്റേത്. ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി അച്ചടക്കം ലംഘിക്കുന്ന നേതാക്കളുടെ പശ്ചാത്തലത്തിൽ സാഹചര്യം ശാന്തമാകാതെ ഔദ്യോഗിക പ്രഖ്യാപനം വേണ്ട എന്നാണ് ഡൽഹിയിലെ തീരുമാനം.
ഇതിനിടെ മുഖ്യമന്ത്രി ചർച്ചകൾ നീണ്ടുപോകുന്നത് ജനമനസ്സിൽ അപ്രിയമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും വെടിപൊട്ടിച്ചിട്ടുണ്ട്. ചർച്ചകൾ നീളുന്നത് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുകയാണ്. എന്നാൽ ഹൈക്കമാൻഡിന് മുന്നിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടെന്നും തൃപ്തികരമായ തീരുമാനം ഉണ്ടാകും എന്നാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചിരിക്കുന്നത്. വിവാദപരമായ ഫ്ലെക്സുകളും ബോർഡുകളും നീക്കം ചെയ്യാൻ നേതാക്കൾ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഈ ഫ്ലെക്സും പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായും ഈ ഫ്ലെക്സുകൾ എടുത്തു മാറ്റാൻ തയ്യാറായിട്ടില്ല. പലയിടത്തും ഇപ്പോഴും ഈ ഫ്ലെക്സുകൾ അങ്ങനെ നിൽക്കുകയാണ്. ഹൈക്കമാൻഡ് നോമിനിയായി KC വേണുഗോപാൽ വരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഒരു വിഭാഗം നിൽക്കുമ്പോൾ AI ഗ്രൂപ്പുകളുടെ നീക്കങ്ങൾ ചർച്ചകളെ വീണ്ടും സങ്കീർണമാക്കുകയാണ്. നേതാക്കളുടെ അച്ചടക്കമില്ലായ്മയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. സാഹചര്യങ്ങൾ വഷളാണെന്ന റിപ്പോർട്ടാണ് AICC നിരീക്ഷകരും നൽകിയത്. മുതിർന്ന നേതാവ് D. സുധാകരന്റെ മരണത്തെ തുടർന്ന് ഖാർഗെ കർണാടകയിലേക്ക് പോയതിനാൽ പ്രഖ്യാപനം വീണ്ടും വൈകാനാണ് സാധ്യത. രാഹുൽ ഗാന്ധിക്ക് KC വേണുഗോപാലിനോടാണ് താല്പര്യം എന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെ നേതാക്കളെ ഒന്നിച്ചിരുത്തി കാണുന്നതിന് മുൻപ് രാഹുൽ വേണുഗോപാലിനെ സ്വകാര്യമായി കണ്ടു എന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ഇത് സതീശൻ പക്ഷത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ജനകീയ പ്രശ്നങ്ങളെക്കാൾ അധികാര വീതം വെപ്പിന് കോൺഗ്രസ് മുൻഗണന നൽകുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് ഹൈക്കമാൻഡും. സമവായത്തിന് 2 ദിവസത്തെ സമയം കൂടി നേതാക്കൾക്ക് ഹൈക്കമാൻഡ് അനുവദിച്ചിട്ടുണ്ട്. അണികളെ ശാന്തരാക്കണമെന്നും പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്നും കർശന നിർദ്ദേശവുമുണ്ട്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഡൽഹിയിൽ തുടരുന്നതോടെ വരും ദിവസങ്ങളിലെ ചർച്ചകൾ നിർണായകമാകും. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ വടംവലി എവിടെ അവസാനിക്കുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി VD, RC, KC പേരുകളായിരുന്നു ഉയർന്നത്. ഇതിനിടയ്ക്ക് K. മുരളീധരൻ, KMന്റെ പേരും ഉയർന്നു വന്നു. ഇത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കി. ഇപ്പോൾ ഈ വിഷയത്തിൽ K. മുരളീധരൻ പ്രതികരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായിരിക്കെ തനിക്ക് പ്രത്യേക മന്ത്രിസ്ഥാനങ്ങളോട് താല്പര്യമില്ല എന്ന് K. മുരളീധരൻ പറഞ്ഞു. വട്ടിയൂർക്കാവ് MLA ആയി സേവനം തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മുരളീധരൻ വ്യക്തമാക്കുന്നു. തനിക്കായി സ്ഥാനം ആവശ്യപ്പെട്ട് ആരും ഫ്ലെക്സ് സ്ഥാപിക്കരുതെന്നും അത്തരം നീക്കങ്ങൾ കണ്ടാൽ പരസ്യമായി തള്ളിപ്പറയുമെന്നും മുരളീധരൻ മുന്നറിയിപ്പ് നൽകി. വട്ടിയൂർക്കാവിൽ പിണറായി സർക്കാർ പൂട്ടിയ മെഡിക്കൽ കോളേജ് തുറക്കുക എന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും പ്രഖ്യാപനം വൈകുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും K. മുരളീധരൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഹൈക്കമാൻഡുമായുള്ള ചർച്ചകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സമയമെടുക്കുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും മുൻപ് ഇടതുപക്ഷം ഇത്തരത്തിൽ സമയമെടുത്തിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. ഇതിനിടെ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണ് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു അടി നടക്കാൻ പോകുന്നത് വകുപ്പുകൾ വിഭജിക്കുമ്പോഴാണ്. അപ്പോൾ ഇതിനേക്കാൾ വലിയ തെരുവ് യുദ്ധം കാണേണ്ടി വരും. ഇതിനിടയിൽ മറ്റൊരടിയും കൂടി ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുകയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി ആ സ്ഥാനം തനിക്ക് നൽകണമെന്ന അവകാശവാദവുമായി കൊടിക്കുന്നിൽ സുരേഷ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി സുരേഷ് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇത്തവണ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള പരിചയസമ്പന്നനായ നേതാവെന്ന നിലയിൽ തന്നെ പരിഗണിക്കണമെന്നാണ് കൊടിക്കുന്നിൽ ആവശ്യപ്പെട്ടത്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയിൽ പാർട്ടിയിലെ തന്റെ സീനിയോറിറ്റി പരിഗണിച്ച് അധ്യക്ഷ സ്ഥാനത്തിന് താൻ അർഹനാണെന്ന് അദ്ദേഹം ഖാർഗെയെ ബോധിപ്പിച്ചു. പലതവണ അർഹതയുണ്ടായിട്ടും തന്നെ തഴഞ്ഞതായും പരിഗണിക്കാതെ മാറ്റിവെച്ചതായും കൊടിക്കുന്നിൽ സുരേഷ് കൂടിക്കാഴ്ചയിൽ പരാതിപ്പെട്ടു. സംവരണ മണ്ഡലങ്ങളിൽ പാർട്ടി നേടിയ വലിയ വിജയത്തെക്കുറിച്ചും കൊടിക്കുന്നിൽ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ 16 സംവരണ സീറ്റുകളിൽ 11 എണ്ണത്തിലും UDF വിജയിച്ചത് വലിയ നേട്ടമാണെന്ന് സുരേഷ് ചൂണ്ടിക്കാട്ടി. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായിരിക്കെ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ നീക്കം ഹൈക്കമാൻഡിന് മുന്നിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സണ്ണി ജോസഫ് മന്ത്രിയാകുന്നതോടെയാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് ഒഴിവ് വരുന്നത്. സണ്ണി ജോസഫിന് പകരമായി 4 പേരെ നേതൃത്വം പരിഗണിച്ചേക്കും. മന്ത്രിസ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനെ പരിഗണിക്കുന്നതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ നിയോഗിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ, ആന്റോ ആന്റണി എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി തീരുമാനം അതാണ് കേരളം ഉറ്റുനോക്കുന്നത്. KPCC പ്രസിഡന്റ് കസേരയൊക്കെ പിന്നത്തെ കാര്യമാണ്. ആദ്യം ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുക, അതാണ് ഇപ്പോഴത്തെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.